കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് വെറൈറ്റീസ് അല്ലെങ്കിൽ രണ്ട് റേസസിനെ തമ്മിൽ ക്രോസ് ബ്രീഡ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. ഇവിടെ പറയുന്നത് ഡിസ്റ്റൻറ്റ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഡിസ്റ്റൻറ്റ് ഹൈബ്രിഡൈസേഷൻ ഓർ വൈഡ് ക്രോസിംഗ് ഈസ് ദ ക്രോസിംഗ് either between the members of the different species of the same genus or between two different genera of same family. അതായത് കുറച്ചുകൂടി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഒന്നെങ്കിൽ ഒരു ജീനസിലെ തന്നെ രണ്ട് സ്പീഷീസ് ബിറ്റ്വീൻ ടു സ്പീഷീസ് ഇൻ്റർ സ്പെസിഫിക്, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള രണ്ട് ജീനസുകളെ തമ്മിൽ ഇൻ്റർ ജനറിക് ക്രോസ്. ഇങ്ങനെയുള്ളതിനാണ് ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇൻ്റർ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ടു സ്പീഷീസ്. ഓക്കെ, ഒരു ജീനസിലുള്ള രണ്ട് സ്പീഷീസിനെ തമ്മിൽ നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കാം. ക്രോസിംഗ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ദി സെയിം ജീനസ് ഈസ് റെഫേർഡ് ടു ആസ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. Since interspecific hybridization involves two species of the same genus, it is also termed as intrageneric hybridization. ഓക്കെ, ഒരു ജീനസിൻ്റെ ഉള്ളിലുള്ള രണ്ട് സ്പീഷീസാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാജെനറിക് എന്നും ഇതിന് പറയും, അതുപോലെ ഇൻ്റർസ്പെസിഫിക് എന്നും പറയും. ഓക്കെ, ബിറ്റ്വീൻ ടു സ്പീഷീസ്, അതുപോലെ വിത്തിൻ എ ജീനസ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ സ്പെസിഫിക് ഡിസൈറബിൾ ക്യാരക്ടർ ഈസ് നോട്ട് അവൈലബിൾ വിത്തിൻ ദി സെയിം സ്പീഷീസ്. അതായത് ഒരു സ്പീഷീസിൽ, ഫോർ എക്സാമ്പിൾ ഒരു വീറ്റിൽ ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സ്പീഷീസിൽ നിന്ന് ആ ക്യാരക്ടർ വീറ്റിലോട്ടേക്ക് ഈ ഒരു ഹൈബ്രിഡൈസേഷൻ വഴി എത്തിക്കാൻ ശ്രമിക്കും. Then second one, it is an effective method for transferring desirable genes from a wild relative to cultivated plant. കൾട്ടിവേറ്റഡ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ക്രോപ്പായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്. അവരിലില്ലാത്ത എന്തെങ്കിലും ക്യാരക്ടർ നമ്മൾ വൈൽഡ് വെറൈറ്റീസിൽ, അതായത് കൾട്ടിവേറ്റ് ചെയ്യാത്ത ഉപയോഗിക്കാത്ത പ്ലാന്റ്സിലുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ ഈ ഒരു കൾട്ടിവേറ്റിംഗ് ക്രോപ്സിലോട്ടേക്ക് എത്തിക്കാൻ ഇതുവഴി പറ്റും. ദെൻ തേർഡ് വൺ, ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഈസ് മോർ സക്സസ്ഫുൾ ഇൻ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ് ലൈക്ക് sugarcane and potato than in seed propagated species. വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്റ്റെം കട്ടിൽ ഇതുപോലെയുള്ള ട്യൂബേഴ്സ് ഇങ്ങനെയുള്ളതിൽ നിന്നാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. Then interspecific hybridization give rise to 3 types of hybrid. ഇങ്ങനെ നമ്മൾ രണ്ട് സ്പീഷീസുകളെ തമ്മിൽ ക്രോസ് ചെയ്താൽ അവർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോജനി 3 ടൈപ്പായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഫുള്ളി ഫെർട്ടൈൽ, തേർഡ് വൺ പാർഷ്യലി ഫെർട്ടൈൽ ആൻഡ് തേർഡ് വൺ ഫുള്ളി സ്റ്റെറൈൽ. Then fifth one ആണ് interspecific hybridization led to introgression which involved the transfer of some genes from one species to genome of another species. അതായത് ഇൻ്റർസ്പെസിഫിക്കിൽ ഒരു സ്പീഷീസിലുള്ള ജീനോ വേറെ ഒരു സ്പീഷീസിലോട്ടേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ജീൻ ഇൻട്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് പ്രോജനീസാണ് ഒബ്റ്റെയിൻ ചെയ്യാന്ന്. അതിൽ ഫസ്റ്റ് വൺ ഫുള്ളി ഫെർട്ടൈൽ ക്രോസ്, അതായത് interspecific crosses between species having complete chromosomal homology are fully fertile. അതായത് ക്രോമസോമിൻ്റെ നമ്പർ ഈ രണ്ട് സ്പീഷീസിലും എക്സാക്ട്ലി സെയിം ആണെങ്കിൽ അവരുടെ പ്രോജനി എന്ന് പറയുന്നത് ഫുള്ളി ഫെർട്ടൈൽ ആയിരിക്കും. അതായത് ഈ ഒരു മിയോസിസിൻ്റെ ടൈമിൽ രണ്ട് സ്പീഷീസിലും ക്രോമസോം നമ്പർ സെയിം ആണെങ്കിൽ അവർക്ക് രണ്ടുപേരും പെയർ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോജനീസ് അല്ലെങ്കിൽ F1 പ്ലാന്റ്സ് ആർ ഫുള്ളി ഫെർട്ടൈൽ.
fully fertile interspecific crosses have been observed between some species of cotton, wheat, oats, etc. Then ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ക്രോസ് ബിറ്റ്വീൻ ടെട്രാപ്ലോയിഡ് സ്പീഷീസ് ഓഫ് കോട്ടൺ, ഗൊസീപ്പിയം ഹിർസുട്ടം ആൻഡ് ഗൊസീപ്പിയം ബാർബഡൻസസ് ആർ ഫുള്ളി ഫെർട്ടൈൽ. ഇത് നോക്കൂ, ഗൊസീപ്പിയത്തിൻ്റെ തന്നെ 2 സ്പീഷീസുകളാണ് ഇവരെ ക്രോസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഫുള്ളി ഫെർട്ടൈൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ് ഉണ്ടായത്. ബിക്കോസ് ദെയർ ക്രോമസോം ഹോമോളജി ഈസ് സിമിലർ. ഓക്കെ, ഇനി അടുത്തത് പാർഷ്യലി ഫെർട്ടൈൽ ക്രോസസ് ആണ്. അതായത് ഉണ്ടാവുന്ന പ്രോജനി ഓൺലി പാർഷ്യലി ഫെർട്ടൈൽ ആയിരിക്കും. ദീസ് ആർ ദി ഇന്റർസ്പെസിഫിക് ക്രോസസ് ബിറ്റ്വീൻ ദോസ് സ്പീഷീസ് വിച്ച് ഡിഫർ ഇൻ ക്രോമസോം നമ്പർ. ഇപ്പോൾ 2 സ്പീഷീസിനെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യാണ്, പക്ഷെ അവരുടെ ക്രോമസോം നമ്പർ ഡിഫറെൻ്റ് ആണെങ്കിലാണ് ഈ ഒരു പ്രോബബിലിറ്റി വരുന്നത്. ബട്ട് ഹാവ് സെയിം ക്രോമസോം ഇൻ കോമൺ. 2 പേർക്കും സെയിം ക്രോമസോം ആണുള്ളത്, പക്ഷേ ക്രോമസോമിൻ്റെ നമ്പറിലാണ് വ്യത്യാസം. In such cases, the F1 plants are partially fertile and partially sterile. The condition is reported from wheat, cotton and tobacco. ഇതിന് എക്സാമ്പിൾ ഉണ്ട്. 2 സ്പീഷീസ് എടുത്തു, വീറ്റിൻ്റെ ട്രിറ്റിക്കം ഏസ്റ്റിവം അതുപോലെ ട്രിറ്റിക്കം ഡ്യൂറം. ട്രിറ്റിക്കം ഏസ്റ്റിവത്തിൻ്റെ ക്രോമസോമും ഡ്യൂറത്തിൻ്റെ ക്രോമസോമും സിമിലറാണ്, പക്ഷെ അവരുടെ നമ്പർ വ്യത്യാസമുണ്ട്. ഏസ്റ്റിവത്തിന് 2n=42 ആണ്, ഡ്യൂറത്തിന് 2n=28 ആണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഏസ്റ്റിവത്തിൻ്റെ 42 ക്രോമസോം ഡ്യൂറത്തിൻ്റെ 42 ക്രോമസോമിൽ 28 എണ്ണത്തിന് പെയർ ചെയ്യാനേ ക്രോമസോംസ് ഉള്ളൂ. സോ ഈ ഒരു ഉണ്ടാവുന്ന പ്രോജനി എന്ന് പറയുന്നത് പാർഷ്യലി ഫെർട്ടൈൽ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് ഫുള്ളി സ്റ്റെറൈൽ ക്രോസസ്. ഇതെന്തായിരിക്കും? അവരുടെ പ്രോജനി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിരിക്കും. ദീസ് ആർ ദി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ് ക്രോസസ് ബിറ്റ്വീൻ ദോസ് സ്പീഷീസ് വിച്ച് ഡു നോട്ട് ഹാവ് ക്രോമസോമൽ ഹോമോളജി. യാതൊരുവിധ ക്രോമസോമൽ ഹോമോളജിയും ഇല്ലാത്ത സ്പീഷീസ് തമ്മിലാണ് ക്രോസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അവരുടെ പ്രോജനി കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിരിക്കും. ലാക്ക് ഓഫ് chromosome homology makes F1 plant sterile. Such hybrids can be made fertile by doubling the chromosomes through കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് പ്രോജനീസിന് കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവരുടെ ക്രോമസോം നമ്പർ ഡബിൾ ആവും. സോ അങ്ങനെ കോൾച്ചിസിൻ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവരെ ഫെർട്ടൈൽ ആക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാസിക്ക ഒലറേസിയ നമ്മുടെ ക്യാബേജാണ്, അവരുടെ 2n=18 ആണ്. ദെൻ ബ്രാസിക്ക ക്യാമ്പസ്ട്രിസ് 2n=20 ആണ്. ഇവർക്ക് തമ്മിൽ ക്രോമസോം സിമിലാരിറ്റി ഇല്ല. ഇവർ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ AC എന്ന് പറയുന്ന സ്റ്റെറൈൽ ആയിട്ടുള്ള F1 പ്രോജനീനെ കിട്ടി. അവർക്ക് 2n19 ആണ് വരുന്നത്. സ്റ്റെറൈലാണ്, പക്ഷേ ഈ പ്രോജനിക്ക് കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അവർ ബ്രാസിക്ക നോപ്പസ് എന്ന് പറയുന്ന സ്പീഷീസായി അവർക്ക് ഫെർട്ടൈൽ ആയിരിക്കും. ഓക്കെ, ഇത്രയ്ക്കുമാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനും ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനും മാറിപ്പോകരുത്.